നമസ്കാരം, വിനിയാസ് പേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നമ്മുടെ അടുക്കളയിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണല്ലോ ഉപ്പ്. ഉപ്പ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റ് ഒട്ടനവധി ഗുണങ്ങൾ ഇതിനുണ്ട്. പക്ഷേ പലതും നമുക്കൊന്നും അറിയത്തില്ലെന്ന് മാത്രം. അതിരാവിലെ എണീറ്റാൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി മലയാളികൾക്ക് നിർബന്ധമാണ് അല്ലേ? എന്നാൽ ഉപ്പിട്ട കട്ടൻ കാപ്പി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഉപ്പിട്ട കട്ടൻ കാപ്പി നല്ല ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ളതാണ്. ഈ ഉപ്പിലെ സോഡിയം അയോണുകൾ കാപ്പിയിലെ കയ്പിനെ കുറയ്ക്കുകയും അതിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉപ്പ് നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ കുറവുള്ളവർക്ക് അത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഇനി നിങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കട്ടൻ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടൊന്ന് കാപ്പി ഉണ്ടാക്കി നോക്കും. ഉപ്പിടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപ്പല്ല ഇടുന്നത്, ഒരു നുള്ളുപ്പ് മതിയായിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണേ. അപ്പോൾ ഇനി നിങ്ങൾ ഉപ്പിട്ടിട്ട് ഒന്ന് കാപ്പി ഉണ്ടാക്കി കുടിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കല്ലേ. ടിപ്പ് നമ്പർ 2. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിച്ചം വന്ന പാലാണ്. അപ്പോൾ കറണ്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, കറണ്ടൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നുള്ളു ഉപ്പെടുക്കുക. എന്നിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വെച്ചിരിക്കുകയാണെങ്കിൽ, നമ്മൾ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പാൽ കുറേ നേരം, അതായത് സാധാരണയെക്കാട്ടിലും കൂടുതൽ ടൈം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. പലപ്പോഴും നമുക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ലേ. അപ്പം ഈ ഒരു രീതിക്കൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 3. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡിലൊക്കെ ഒരുപാട് അഴുക്കുകളും അണുക്കളും ഒക്കെ കാണും. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡാണെങ്കിൽ ഒരുപാട് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അപ്പം അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സാധാരണ രീതിയിലൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഴുക്കുകളൊന്നും അങ്ങനെ പോകണമെന്നില്ല. അപ്പം നമുക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഈ കട്ടിംഗ് ബോർഡൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഉപ്പ് പൊടി ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരുപാട് അഴുക്കുകളുണ്ടെങ്കിൽ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി ഞാൻ കഴുകി ഉണക്കി വെച്ചിരുന്നതായിരുന്നു. ഇനി കുറച്ച് വിനാഗിരിയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ഇത് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഈ വിനാഗിരിയും ഉപ്പും കൂടി ചേരുമ്പം തന്നെ അഴുക്കുകളൊക്കെ പൂർണ്ണമായിട്ടും തന്നെ പോകുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾക്കിതുപോലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തും കൂടി കൊടുക്കാം. അപ്പോൾ ഇതൊഴിച്ചപ്പോൾ തന്നെ നോക്കിയാൽ നല്ലൊരു തിളക്കം നമ്മുടെ ഈ കട്ടിംഗ് ബോർഡിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇതിലിപ്പോൾ അത്രയ്ക്ക് വലിയ കാര്യമായിട്ടില്ല, ഞാനത് ഡെയിലി ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, കഴുകി ഒന്ന് തുടച്ച് എടുത്തതാണ്. ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ് നല്ലൊരു തിളക്കത്തോടു കൂടി പുതുമയോട് കൂടി ഇരുന്നോളും കേട്ടോ, എത്ര പഴയതാണെങ്കിലും ശരി. ടിപ്പ് നമ്പർ 4. നിങ്ങൾ കപ്പിലോട്ട് നോക്കിക്കേ, ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല കറയുണ്ട്. കാപ്പി എടുക്കുന്ന കപ്പാണിത്. അപ്പോൾ കാപ്പിയുടെ ആ ഒരു കറയാണിത്. നമ്മൾ കാപ്പി എടുക്കുന്ന കപ്പാണെങ്കിലും ചായ എടുക്കുന്ന കപ്പാണെങ്കിലും ശരി, ഈ കറ നമുക്ക് ഉപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ അല്പം ഉപ്പെടുക്കുക, കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഈ കപ്പിൻ്റെ ഉൾഭാഗത്തെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉറച്ചു കൊടുക്കുക. ഇതുണ്ടോ, കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ ഉപ്പിൻ്റെ കളറൊക്കെ കണ്ടോ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ കറയെല്ലാം ഈ ഉപ്പിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അനായാസം കറയെല്ലാം കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ സെറാമിക്കിൻ്റെ കപ്പിലൊക്കെ ഇതുപോലെ ചായക്കറയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 5. ഇതുപോലെ നമ്മുടെ പാത്രത്തിൽ എണ്ണയും നെയ്യുമൊക്കെ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നമ്മളിത് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിലെല്ലാം ആ ഒരു എണ്ണമയമാകും, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആകും അല്ലേ. അപ്പം ഇത് നമുക്ക് അനായാസം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ബീഫ് കറി എടുത്ത പാത്രമായിരുന്നു. അപ്പോൾ ഇതിൽ അത്യാവശ്യം തന്നെ നെയ്യൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പുപൊടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഒത്തിരി ഒന്നും വേണ്ടത്, ഇത്രയും മതി. മൊത്തത്തിലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ടോ മതി കേട്ടോ. പത്ര പേപ്പർ ഇച്ചിരി എടുത്തിട്ടാണെങ്കിലും മതി. ഞാനിപ്പോൾ ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലായിടത്തും അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം തന്നെ ആ ഉപ്പിലേക്ക് ആ ഒരു നെയ്യെല്ലാം ആയിട്ട് നല്ലപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും.
ഇതുകൊണ്ട് ഇപ്പോൾ ആ നെയ്യെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മളിത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ പോലും കൂടി നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും. സാധാ വെള്ളത്തിൽ കഴുകിയാലും മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കഴുകുമ്പം നമ്മുടെ സിങ്ക് ഒന്നും അങ്ങനെ വൃത്തികേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 6. ഇതുപോലെ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പിടിച്ചതുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കിനി ഉപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ പാത്രത്തിൽ കുറച്ച് ഉപ്പിടുക, അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ അങ്ങനെ തിള വരുന്ന ഒരു സമയത്ത് തന്നെ അത് പൂർണ്ണമായിട്ടും തന്നെ ഇളകി വരും. അത് കുറച്ച് സമയം ഒന്ന് വെച്ച് വെള്ളമൊക്കെ തണുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് അല്പം ഉപ്പൊക്കെ ഒന്ന് വിതറി ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ മാറി നല്ല പഴയതുപോലെ തന്നെയാകും പാത്രം. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 7. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലുകളൊക്കെ വൃത്തിയാക്കി വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് അമ്മമാരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ വാട്ടർ ബോട്ടിലിൻ്റെ ഉൾവശത്തൊക്കെ ഒരുമാതിരി വഴുക്കലുണ്ടാകും. അത് ബാക്ടീരിയ ഉണ്ടാകാനും കുട്ടികൾക്ക് വയറുവേദന പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനും ഇടയാകും. അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ വൃത്തിയാക്കുമ്പം ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുലുക്കി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വാട്ടർ ബോട്ടിലിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ വൃത്തിയായി കിട്ടും. ആ വഴുവഴുക്കലൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ മറ്റൊരു ടിപ്പ് കൂടി പറയാം. നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പും ബക്കറ്റും ഒക്കെ പലപ്പോഴും വഴുക്കലുള്ളവയാണ്. അത് സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അടിഭാഗത്തൊക്കെ വഴുക്കലുണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഒരു വഴുക്കൽ മാറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി വെക്കേഷൻ സമയത്തൊക്കെ ഇതേപോലെ നിങ്ങൾ ബോട്ടിലൊന്ന് ക്ലീനാക്കി നന്നായിട്ട് ഉണക്കിയ ശേഷം ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ 2 മാസത്തോളം നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകാതിരിക്കുന്ന ഒരു സമയത്ത് ബാഡ് സ്മെല്ല് ദുർഗന്ധം ഒന്നും ഉണ്ടാകാതെ കണ്ട് ക്ലീനായിട്ട് നല്ല സ്മെല്ലോടും കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ 2 ടിപ്പുകളും ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 8. നമ്മൾ ഇതുപോലെ കടകളിൽ നിന്ന് മുട്ടയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പം തന്നെ ഇതിൽ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അതൊക്കെ ആദ്യം എടുത്ത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനും അതൊക്കെ പിന്നീട് അഴുക്കാകും. അതുപോലെ തന്നെ ഇതിൽ നേരത്തെ തന്നെ അഴുക്ക് മുട്ട, അതായത് ചീമുട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുട്ടകളും ഇതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ നമുക്കിത് നല്ല മുട്ട ഏതാണ് ചീത്ത മുട്ട ഏതാണ് എന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബൗളെടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുട്ടയെല്ലാം ഇതിലേക്കൊന്ന് പതുക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല മുട്ടയാണെങ്കിൽ അത് താഴേക്ക് പോകും. ഇനി ചീമുട്ടയാണെങ്കിൽ അതിങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ തന്നെ നമുക്ക് പൊട്ടിയ മുട്ട നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ പൊട്ടിയിട്ടുള്ള മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും ഉള്ള ഒരു മാർഗ്ഗം ഇതാണ്. ഇത് കേട്ടോ, ഇപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് ഇവിടെ വിള്ളൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആ ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ എയർ മുകളിലേക്ക് വരുന്നുണ്ട്. വെള്ളം ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കിനും ആ എയർ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇത് നൂല് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാലും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കാണാനും അത് നമുക്ക് ആദ്യം എടുത്ത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇട്ട മുട്ടയിൽ എല്ലാം തന്നെ നല്ല മുട്ടയായിരുന്നു. ഈ ഒരു മുട്ട മാത്രം ഇങ്ങനെ അല്പം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ ചീമുട്ട ഇതിനകത്തുണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുമ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മുട്ട പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 9. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ വാഴയ്ക്കൊക്കെ കറി വെക്കുന്ന സമയത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും ആ കത്തിയിലും എല്ലാം വാഴക്കറ പറ്റും അല്ലേ. വാഴയ്ക്ക കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പല വീട്ടമ്മമാരുടെയും കയ്യിലൊക്കെ ഒരു കറയുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രഷായിട്ട് പറിച്ചു കൊണ്ടുവന്ന കായാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് ഇതിൽ ആ ഒരു കറ ഉണ്ടതുണ്ട്. കറ ഇങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കറുത്ത ഒരു കളറുണ്ടാകും. അതിൻ്റെ ഒരു കറ പറ്റും. അല്പം ഉപ്പുപൊടി ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടെ വെച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ കായെടുത്ത് തൊലിയൊക്കെ പൊളിച്ച് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉപ്പ് വെള്ളത്തിലോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പ് വെള്ളത്തിൽ തന്നെ വെച്ച് അരിഞ്ഞ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കായുടെ കറ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നിറവ്യത്യാസം ഉണ്ടാകത്തില്ല. നമ്മൾ അല്ലാണ്ട് ഉപ്പ് വെള്ളത്തിൽ ഇടാതെ കണ്ട് വെറുതെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞിടുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ കായുടെ കളറെല്ലാം മാറിയിട്ട് ഒരുമാതിരി
ഒരുമാതിരി അങ്ങ് കറുത്ത കളറായിട്ട് തീരും. അപ്പോൾ നമ്മുടെ കറിയും അതുപോലെ തന്നെ ഒരു കളർ ചേഞ്ച് കാണും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അരിഞ്ഞു നോക്കുക. നിങ്ങളുടെ കത്തിയിലോ കയ്യിലോ ഒന്നും കറ പറ്റത്തേ ഇല്ല കേട്ടോ. അപ്പോൾ കത്തി ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിലൊന്ന് മുക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു കത്തിയിലും കറയാവത്തില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 10. ഇതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ചോറൊക്കെ തിളച്ച് വീണ് ഉണങ്ങി ആകെപ്പാടെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴുകിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇനി അധികം ബുദ്ധിമുട്ടണ്ട. അല്പം ഉപ്പുപൊടി എടുക്കുക, ഇതിന് മുകളിൽ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക, എന്നിട്ടൊരല്പം വെള്ളം കൂടെ തളിച്ച് കൊടുക്കുക. ഞാനിപ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്കൊരു ഇതുപോലൊരു പേപ്പർ എടുക്കുക, പേപ്പർ കഷ്ണം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് ക്ലീനായി വരുന്നുണ്ട്. 2-3 തവണ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും അത് ക്ലീനായി കിട്ടും. എന്നിട്ട് നല്ലപോലൊരു തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ച് എടുക്കുക. കണ്ടോ, വളരെ പെട്ടെന്ന് ഒത്തിരി ബുദ്ധിമുട്ടാതെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 11. ഇതുപോലൊരു ബേസിൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂൺ നിറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിൽ കാല് മുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് നമുക്ക് ഒത്തിരി പൊള്ളാതെ കൊണ്ട് ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിതെന്തിനാണ് ഇങ്ങനെ കാല് മുക്കി വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രായമായ പാരൻസിനൊക്കെ കാല് വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ കാലുവേദനയൊക്കെ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ കാലിലൊക്കെയുള്ള പ്രായമായ പേരൻസിൻ്റെ കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള അണുബാധയും അഴുക്കും ഒക്കെ പോയിട്ട് കാലും നഖവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആകാനും വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്താൽ പറ്റും കേട്ടോ. ഇങ്ങനെ ഒന്ന് കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം കഴുകി തുടച്ച് എടുത്താൽ മതിയാകും. ടിപ്പ് നമ്പർ 12. ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മെഴുകുതിരി എടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പാക്കറ്റ് മെഴുകുതിരി ഉണ്ടെങ്കിൽ അത്രയും എടുക്കാം. ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മെഴുകുതിരിയിലേക്ക് ഈ ഉപ്പ് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മെഴുകുതിരിയുടെ എല്ലായിടത്തും ആകത്തക്ക രീതിക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ മെഴുകുതിരി എല്ലാം കൂടെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ഉണക്കി എടുത്തുകൊണ്ട് വന്നതാണിത്. എന്നിട്ട് നമ്മളിത് കത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഉപ്പ് തേച്ച് ഉണക്കിയതിന് ശേഷം മെഴുകുതിരി കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെഴുകുതിരി കത്തും. എന്നാൽ ഒട്ടും തന്നെ ഉരുകി താഴേക്ക് പോകത്തില്ല കേട്ടോ. നല്ലപോലെ പ്രകാശം കിട്ടുകയും ചെയ്യും. എന്നാൽ സാധാരണയെക്കാട്ടിലും അത്രയും ഉരുകി പെട്ടെന്ന് തീരത്തുമില്ല. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ടിപ്പ് നമ്പർ 13. ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഞാൻ ഗ്രാമ്പു ഒന്ന് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഇതുപോലെ ഒന്ന് കുത്തിവെച്ച് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംഫോർട്ടിന് നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ ഇതുപോലെ കംഫോർട്ട് ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും കംഫോർട്ടും ഈ ഗ്രാമ്പും കൂടെ ചേരുമ്പം ഒരു സുഗന്ധമാണ്. ഇത് നമ്മുടെ ടോയ്ലറ്റിലും ബാത്റൂമിലും നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധമാണ്. നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ബാഡ് സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ടിപ്പ് നമ്പർ 14. ഞാനിവിടെ ഒരു പാക്കറ്റ് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ എർത്ത് ലൈൻ പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ആ പൈപ്പ് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഒരു കുഴി എടുക്കാം കേട്ടോ. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഈ ഒരു എർത്ത് ലൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വൈദ്യുത ഉപകരണങ്ങൾ അതിനകത്ത് വൈദ്യുതി പ്രവഹിക്കുന്ന ലോകഭാഗങ്ങളും വൈദ്യുതി പ്രവഹിക്കാത്ത ലോകഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അശ്രദ്ധമായിട്ടുള്ള നിർമ്മാണം കൊണ്ടോ ഇൻസുലേഷൻ തയ്യാറുകൊണ്ടോ ഒക്കെ വൈദ്യുതി പ്രവഹിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി പ്രവഹിച്ചാൽ ആ ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന ആൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുമൂലം മരണം വരെയും സംഭവിച്ചേക്കാം. അപ്പോൾ ഇത്തരം ലീക്കേജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന വൈദ്യുതി ഭൂമിയുടെ അടിയിലേക്ക് പ്രവഹിപ്പിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ എർത്തിങ്. അപ്പോൾ ഇങ്ങനെയുള്ള എർത്തിങ് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട്
ഇങ്ങനെ ഒരു കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചിരട്ടക്കരിയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുഴിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂടുക. എന്നിട്ട് നമ്മളിത് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നനച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ എർത്തിങ് നന്നായിട്ട് തന്നെ വർക്കായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഉപ്പ് വെച്ചിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും. അപ്പോൾ അതൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.